കാലവർഷത്തിലുണ്ടായ കൃഷിനാശത്തിന് കർഷകർക്ക് വേണ്ട ധനസഹായം നൽകുമെന്നും നടപടികൾ വേഗത്തിലാക്കുമെന്നും സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉറപ്പു നൽകിയെന്ന് സിപിഐ ജില്ലാ സെക്രട്ടറി കെ സലിംകുമാർ അറിയിച്ചു. നിലവിൽ കൃഷിനാശം വിലയിരുത്തി വരികയാണെന്നും അതിനുശേഷം കർഷകർക്ക് ധനസഹായം എത്തിച്ചു നൽകുമെന്നും സലിംകുമാർ പറഞ്ഞു. അതേസമയം കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങിയ ഏലം കർഷകരെ സ്പൈസസ് ബോർഡ് കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും സലിംകുമാർ കുറ്റപ്പെടുത്തി. കാലവർഷ ആരംഭത്തിൽ തന്നെ കേരളത്തിൽ വലിയ രീതിയിലുള്ള കൃഷിനാശമാണ് ഉണ്ടായത്. ഇടുക്കി ജില്ലയിൽ മാത്രം 954.7 ലക്ഷത്തിന്റെ കൃഷിനാശമുണ്ടായി. 501.66 ഹെക്ടർ ഭൂമിയിലെ 6477 കർഷകരുടെ കൃഷിയാണ് നശിച്ചത്. ഏറ്റവും അധികം കൃഷിനാശമുണ്ടായത് അടിമാലി ബ്ലോക്കിലാണ്. 54.75 ഹെക്ടർ സ്ഥലത്തെ കൃഷി. 1719 കർഷകരുടെ കൃഷി നശിച്ചു. 227.63 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഇവിടെ ഉണ്ടായത്. നെടുങ്കണ്ടം ബ്ലോക്കിൽ 28 ലക്ഷം രൂപയുടെ നഷ്ടവും കട്ടപ്പനയിൽ 108 ലക്ഷം രൂപയുടെയും ദേവികുളത്ത് 27.63, ഇളന്തേശത്ത് 29.16, ഇടുക്കിയിൽ 156.34, പീരുമേട് 132.33, തൊടുപുഴയിൽ 14.54 ലക്ഷം രൂപയുടെയും നാശനഷ്ടമുണ്ടായി. കാലവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ വാഴകൃഷി വ്യാപകമായാണ് നശിച്ചത്. 370.67 ലക്ഷം രൂപയുടെ നാശനഷ്ടം കർഷകർക്കുണ്ടായി. കുരുമുളകും വ്യാപകമായി നശിച്ചു. ഈ സാഹചര്യത്തിലാണ് കർഷകർക്ക് വേണ്ട അടിയന്തര സഹായം നൽകണമെന്ന ആവശ്യം സിപിഐ ജില്ലാ സെക്രട്ടറി കെ സലിംകുമാർ കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദിനെ അറിയിച്ചത്. നിലവിൽ കൃഷിനാശവുമായി ബന്ധപ്പെട്ട കണക്കെടുപ്പ് സംസ്ഥാനത്ത് നടന്നുവരികയാണെന്നും ഇത് വേഗത്തിലാക്കി ധനസഹായം വിതരണം നടത്തുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായും സലിംകുമാർ പറഞ്ഞു. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള കൃഷിക്കാർക്കുണ്ടായിട്ടുള്ള ഈ പ്രത്യാഘാതത്തിന് ഒരു പരിഹാരമുണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള അടിയന്തര നടപടി ഉണ്ടാകണമെന്ന് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി സിപിഐ നേതാവ് കൂടിയായിട്ടുള്ള സഖാവ് പി പ്രസാദിനോട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കൃഷി മേഖലയിൽ ഉണ്ടായിട്ടുള്ള നാശനഷ്ടം വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ വിലയിരുത്തുന്ന നടപടിയെ വേഗത്തിലാക്കുകയും കൃഷിക്കാർക്ക് അർഹമായ തരത്തിലുള്ള നഷ്ടപരിഹാരം കൊടുത്ത് അവരെ സഹായിക്കുകയും ചെയ്യണമെന്ന് കൃഷി വകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തര നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി നമുക്ക് ഉറപ്പു നൽകിയിരിക്കുകയാണ്. ഹൈറേഞ്ചിലെ കർഷകർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഏലം കൃഷിക്കും കനത്ത തിരിച്ചടിയാണ് കാലവർഷം സമ്മാനിച്ചത്. 200 ഹെക്ടർ ഭൂമിയിലെ ഏലം കൃഷിയാണ് തകർത്തെറിഞ്ഞത്. 2024 കടുത്ത വരൾച്ചയും ഏലം കൃഷിക്ക് കനത്ത തിരിച്ചടി നൽകിയിരുന്നു. എന്നാൽ ഏലം കർഷകരെ സഹായിക്കേണ്ട സ്പൈസസ് ബോർഡ് ഒരുവിധ ആനുകൂല്യവും കർഷകർക്ക് നൽകിയിരുന്നില്ല. ഏലം കർഷകരെ ചേർത്ത് നിർത്തിയത് സംസ്ഥാന കൃഷിവകുപ്പാണെന്നും കൃഷിവകുപ്പ് അനുവദിച്ച 10 കോടി രൂപ ഇപ്പോൾ കർഷകരിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ടെന്നും സലിംകുമാർ പറഞ്ഞു. സിറ്റി വിഷൻ, രാജാക്കാട്.